ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേനയൊക്കെ നട്ട വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേനയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ വളമൊക്കെ ചേർത്തിട്ട് വെട്ടിയടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. എന്തൊക്കെ വളമാണ് നമ്മൾ ചേർക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ചേനയിൽ നിന്നൊക്കെ നമുക്ക് നല്ലതുപോലെ വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേന കട്ട് ചെയ്യുമ്പം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. ചേന കട്ട് ചെയ്യുന്നത് നമ്മൾ പാക്കുഞ്ഞൂർക്ക് പോലെ ആക്കി കളഞ്ഞാൽ നമുക്ക് അധികം വിളവ് നമുക്ക് ലഭിക്കത്തില്ല. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് വിളവ് ലഭിക്കത്തുള്ളൂ. ഒരു 2 കിലോ എങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ചേന അത്യാവശ്യം നമുക്ക് ഒരു 5 കിലോ 6 കിലോ 7 കിലോ ഒക്കെ നമുക്ക് വിളവ് ലഭിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിന് ചേർക്കുന്നതായ വളങ്ങളും നല്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന മാതിരിയുള്ള വിളവ് ലഭിക്കത്തില്ല. ഇപ്പോൾ ഇന്ന് നമ്മുടെ ചേന വെട്ടിയടിപ്പിക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ചേന നടുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ചേന നടുക. ഇതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചേനയിൽ ചേർക്കുന്ന വളങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ചേനയ്ക്ക് വേണ്ടിയിട്ടുള്ള വളം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റിങ്ങിനകത്ത് കോഴിവളം, അതേപോലെ തന്നെ ആട്ടിൻ കാഷ്ടം, ഇവിടെ നിന്ന് വരുന്ന കുറച്ച് കരിയിലകൾ എല്ലാം കൂടെ ഇതിനകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് റിങ്ങിനകത്ത്. അപ്പം അതെല്ലാം കൂടെ കിടന്നിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. ആട്ടിൻ കാഷ്ടമൊക്കെ കുറേയൊക്കെ അങ്ങനെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓരോന്നിൻ്റെയും മൂടിലിട്ടിട്ട് മണ്ണും വാരി ഇടുമ്പോൾ അതങ്ങ് പൊടിഞ്ഞങ്ങ് ചേർന്നോളും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ചേനയ്ക്ക് ഇടുന്നുണ്ട്. നമ്മുടെ ചേനയെല്ലാം വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു 3 പിടി നമ്മുടെ കോഴിവളവും ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് കൊടുക്കാം. 3-4 പിടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി കിടപ്പുണ്ട്, അതുകൂടെ ഇടാം. പിന്നെ സൂപ്പർ മീൽ എന്ന് പറയുന്ന വളവും കൂടെ ഉണ്ട്. അപ്പം കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഉണ്ട്. ഇപ്പം കട്ടായിട്ടുള്ളതൊക്കെ നമ്മളൊന്ന് പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം അപ്പം അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഒരുപാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ മിക്സ് ചെയ്തതും കൂടെ ചേർക്കുന്നത്. അപ്പം നമ്മുടെ കൈവശം എന്ത് വളമാണോ ഉള്ളത് അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ചേനയ്ക്കൊക്കെ നമ്മൾ വെട്ടിയെടുപ്പിക്കുമ്പോൾ എത്രത്തോളം പച്ചില വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമോ അത്രയും നല്ലതാട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം തോലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വട്ടയും അതുപോലെ തന്നെ നമ്മുടെ ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ജൈവ വളം കൂടെ സൂപ്പർ മീലും കൂടെ ഇട്ടിട്ട് നമുക്ക് വെട്ടിയെടുപ്പിക്കും. സൂപ്പർ മീൽ എന്ന് പറയുന്ന ജൈവ വളമാണ് നമ്മൾ ഇടുന്നത്. നല്ലൊരു പിടി വളം അതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നട്ടപ്പോഴും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ടായിരുന്നു നട്ടത്. ഇനി എല്ലാം കൂടെ ഒതുക്കി കൂട്ടി വെട്ടിയെടുപ്പിക്കുകയാണ് ഇനി അടുത്ത ഘട്ടം. അപ്പം ചേനയ്ക്ക് വളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ അടുപ്പിച്ച് കൊടുക്കുകയാണ്. മണ്ണ് അതിൻ്റെ ചുവട്ടിലോട്ടൊക്കെ നല്ലതുപോലെ അടുപ്പിച്ച് കൊടുക്കണം. ഈ ചേന നമ്മൾ മകരമാസത്തിൽ നട്ടയായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഇച്ചിരി നേരത്തെ നട്ടയായിരുന്നു. അപ്പം കനാലിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് നമ്മുടെ കിണറ്റിലും ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചാണ് ഈ പ്രാവശ്യം നമ്മുടെ ഈ കൊട്ട ചൂടിൽ നമ്മുടെ ചേന ഇത്രയൊക്കെ ആക്കിയെടുത്തതെന്നുള്ളത്. അപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാതെ എല്ലാമൊക്കെ കിളിച്ചു വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ വളപ്രയോഗം കൊണ്ട് നല്ല ചേന കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്കിനി അതിൻ്റെ വിളവെടുപ്പൊക്കെ അടുത്ത വർഷം കാണാം. അപ്പം കുറേ എണ്ണം നല്ലതുപോലെ കിളിച്ചു വന്നിട്ടുണ്ട്. കുറേ എണ്ണം ശൂലം മാതിരി വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ വെട്ടിയൊക്കെ അടുപ്പിച്ചിടുമ്പോഴത്തേക്ക് മഴയും പെയ്യുമ്പോഴത്തേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇനി കിളിച്ചു വന്നോളും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചേനയുടെ വളപ്രയോഗം രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ ചേമ്പ്, ചേന, കാച്ചിലെല്ലാം നമ്മളൊരു അത്യാവശ്യമെങ്കിലും നടണം. കാരണം എങ്ങും നമ്മൾ നിൽക്കുന്ന കണ്ടിട്ട് കൊതിക്കാനിടയാവരുത്. അത് ഗ്രോ ബാഗിനകത്തോ ചാക്കിനകത്തോ ബക്കറ്റിനകത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാവുന്നതാണ്. പറമ്പുള്ളവർക്ക് പറമ്പിൽ സ്വാതന്ത്ര്യമായിട്ടും നടാം. പിന്നെ ഈ വളപ്രയോഗമൊക്കെ കണ്ടിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.